പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം. ഇതോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലെ ന്യൂട്ടൺ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുകയാണ്. സാധാരണ നമുക്കറിയാം, ശാസ്ത്രമേളകൾ സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ പരിപാടികൾ ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 3 വരെ ഉള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്ര പരീക്ഷണ വീഡിയോ, ശാസ്ത്രകാരന്മാരെക്കുറിച്ചുള്ള വിവരണങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓൺലൈൻ ക്വിസ് തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രാവബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ എല്ലാ വിദ്യാർത്ഥികളും സജീവമായി പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശാസ്ത്രാധ്യാപകനും എഡ്യൂമിഷൻ കോർഡിനേറ്ററുമായ ശ്രീ ഷജിൽ സാറാണ്. അദ്ദേഹത്തെ ആദരവോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഹെഡ് മാസ്റ്റർ, പ്രിയപ്പെട്ട അധ്യാപകരെ, അതിലേറെ പ്രിയപ്പെട്ട മുണ്ടക്കര AUP സ്കൂളിലെ കുട്ടികളെ, രക്ഷിതാക്കളെ, ഇന്ന് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ തന്നെയാണ്. കോവിഡ് മഹാമാരി ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ നമ്മുടെ രാജ്യവും അഭിമാനത്തോടെ വാക്സിൻ നിർമ്മിച്ച് നമ്മുടെ ജനതയുടെ രക്ഷയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന നേട്ടം തന്നെയാണ്. ഇത്തരത്തിലുള്ള നിരവധി നേട്ടങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി തീർന്നിട്ടുള്ളത്. ഇതിൽ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. 1928 ഫെബ്രുവരി 28 ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ ചന്ദ്രശേഖരൻ വെങ്കിട്ടരാമൻ എന്ന CV രാമൻ അദ്ദേഹത്തിൻ്റെ സുപ്രധാന കണ്ടുപിടുത്തമായ രാമൻ ഇഫക്റ്റ് ലോകത്തിനു മുമ്പിൽ പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിലും അഭിമാനിക്കുന്നതിലും ഭാവിയിൽ ഇന്ത്യയിലെ ശാസ്ത്രം വളർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമായാണ് നാഷണൽ കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ 1987 മുതൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ ശാസ്ത്രദിന സന്ദേശം എന്നത് ഫ്യൂച്ചർ ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, ഇമ്പാക്റ്റ് ഓൺ സ്കിൽ, വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ എന്നതാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും അതോടൊപ്പം തന്നെ നവീനതയുടെയും ഇമ്പാക്റ്റ് അഥവാ അതിൻ്റെ അനന്തരഫലം നമ്മുടെ വിദ്യാഭ്യാസത്തിലും നമ്മുടെ തൊഴിലിടങ്ങളിലും നമ്മുടെ നൈപുണികളിലും എത്ര കണ്ടുണ്ടാവും എന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആശങ്കകൾ, പ്രതീക്ഷകളാണ് ഇന്നത്തെ ശാസ്ത്രദിനത്തിൽ നമ്മോട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പങ്കുവയ്ക്കുന്നത്, ഉദ്ഘോഷിക്കുന്നത്. ഇത് പ്രധാനമായും ശാസ്ത്രം മനുഷ്യ നന്മയ്ക്കാണ്. മനുഷ്യ ജീവിതത്തെ എളുപ്പമുള്ളതാക്കാൻ, കൂടുതൽ പ്രകൃതിയെ അറിയാൻ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ അറിയാൻ, പ്രകൃതി ദുരന്തങ്ങളെ മറികടക്കാൻ, മഹാമാരികളെ മറികടക്കാൻ ശാസ്ത്രത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് നമ്മളിതിലൂടെ അന്വേഷിക്കുന്നത്. തീർച്ചയായും ശാസ്ത്രം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ, ശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്ര പുരോഗതികൾ
ഇവയെക്കുറിച്ച് ഓർക്കാനും അഭിമാനിക്കാനുമുള്ള ഒരു ദിവസമായാണ് ഇന്ന് രാജ്യം മുഴുവൻ ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത്. ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയിലെ ശാസ്ത്ര സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ അത് കൈവരിച്ച നേട്ടങ്ങളിൽ അഭിമാനമുള്ളൂ. എന്നിരുന്നാലും ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളായ നിങ്ങളിലാണ്. ഇന്ത്യയിലെ ശാസ്ത്ര സ്ഥാപനങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും, നിങ്ങളിൽ കഴിവുള്ളവർ, നിങ്ങളിൽ ശാസ്ത്ര അഭിരുചിയുള്ളവർ ശാസ്ത്രജ്ഞന്മാരായി വളർന്നു വരാനുള്ള സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. നമുക്ക് ഇന്ത്യയിലെ പ്രധാന ശാസ്ത്ര സ്ഥാപനങ്ങളെ അറിയാനും അവ ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ഓർക്കാനും അവയിലൂടെ വളർന്നു വന്ന ശാസ്ത്രജ്ഞന്മാരെ അറിയാനും അതുപോലെയൊക്കെ ആയിത്തീരാനുമുള്ള ഒരു അവസരമായി ഇന്നത്തെ ദിവസത്തെ കാണേണ്ടതുണ്ട്. ഇന്ന് രാജ്യത്തുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശാസ്ത്ര സ്ഥാപനങ്ങളിലും ശാസ്ത്രത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച്, ശാസ്ത്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ചകൾ നടക്കും. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് മുണ്ടക്കര AUP സ്കൂളിലും ശാസ്ത്ര അവബോധം ഉള്ള ഒരു തലമുറ, ഒരു സമൂഹം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവണം എന്നുള്ള അത്യധികമായ ആഗ്രഹത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇത് ശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിക്കൽ മാത്രമല്ല, ശാസ്ത്രബോധമുള്ള എല്ലാറ്റിനെയും ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന, പരീക്ഷണങ്ങൾ വിശ്വസിക്കുന്ന, ശാസ്ത്രത്തിൻ്റെ കൃത്യമായ അറിവുകളെ പ്രയോഗിക്കുകയും ഇനിയും അറിയാനുണ്ടെന്നുള്ള സത്യം അറിയുകയും ചെയ്യുന്ന ഒരു കൂട്ടം കുട്ടികൾ മുണ്ടക്കര AUP സ്കൂളിൽ ഉണ്ട് എന്ന കാര്യത്തിലും നമുക്കെല്ലാവർക്കും അഭിമാനം. സ്കൂളിലെ ശാസ്ത്ര ക്ലബിൻ്റെ പ്രവർത്തനവും മറ്റ് മേഖലകളിലെ പ്രവർത്തനവും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുണ്ടക്കര AUP സ്കൂളിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ നടത്തിയ ശാസ്ത്ര അവബോധം നമ്മുടെ കുട്ടികളിൽ നൽകാൻ വേണ്ടി ഉള്ള ഈ പരിപാടി ഔപചാരികമായി ഇന്നത്തെ ഈ ശാസ്ത്രദിനത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അതിൻ്റെ സന്തോഷവും പങ്കുവയ്ക്കുന്നു. താങ്ക് യു. 20-ാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കട്ടരാമൻ അഥവാ CV രാമൻ. ആദ്യമായി ഫിസിക്സിൽ നോബൽ സമ്മാനം നേടിയ ഏഷ്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ രാമൻ പ്രഭാവം എന്ന കണ്ടെത്തലിനാണ് 1930 നോബൽ സമ്മാനത്തിന് അർഹനാക്കിയത്. 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളുടെയും രണ്ടാമത്തെ മകനായി ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് കോളേജ് അധ്യാപകനായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉന്നത നിലവാരത്തിലുള്ള ശാസ്ത്ര താല്പര്യം പ്രകടിപ്പിച്ച രാമൻ നിരവധി സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും ആ കാലയളവിൽ തന്നെ സ്വന്തമാക്കിയിരുന്നു. മെട്രിക്കുലേഷനും ഇന്റർമീഡിയറ്റിനും ശേഷം 1903 മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്നു. ഇംഗ്ലീഷിലും ഭൗതിക ശാസ്ത്രത്തിലും സ്വർണ്ണ മെഡലുകൾ നേടിക്കൊണ്ട് ഒന്നാമനായി ബിരുദം പൂർത്തിയാക്കി. തുടർന്ന് അതേ കോളേജിൽ നിന്നു തന്നെ ബിരുദാനന്തര ബിരുദവും നേടി. ശേഷം ഫിനാൻഷ്യൽ സിവിൽ സർവീസ് പരീക്ഷയിൽ പാസ്സാവുകയും ചെയ്തു. 1907 കൽക്കട്ടയിലേക്ക് ജോലിക്ക് പോയതിനു ശേഷമാണ് അദ്ദേഹം ഗവേഷണങ്ങളിലേക്ക് തിരിയുന്നത്. 1921 യൂറോപ്പിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിൽ കടലിന്റെ നീലനിറം നിരീക്ഷിച്ചുകൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിന്റെ തുടർച്ചയാണ് 1928 ഫെബ്രുവരി 28 രാമൻ പ്രഭാവം കണ്ടുപിടിച്ചത്. ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം. ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകീർണനം സംഭവിക്കുന്ന ഏകവർണ്ണ പ്രകാശത്തിൽ ചെറിയൊരു ഭാഗത്തിന് തരംഗദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകുന്നതാണിത്. ബാംഗ്ലൂരിൽ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. മരണം വരെ അതിന്റെ ഡയറക്ടറായിരുന്നു. 1954 ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. 1957 ഇന്റർനാഷണൽ
ലെനിൻ പീസ് അവാർഡും ലഭിച്ചു. 1970 നവംബർ 21 തൻ്റെ 82ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇന്ത്യയുടെ ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് ഫെബ്രുവരി 28-നാണ്. അന്നത്തെ ദിവസം ആചരിക്കാനുള്ള കാരണം CV രാമൻ പ്രഭാവം കണ്ടുപിടിച്ച ദിവസമായതിനാലാണ്.